ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രവീന്ദ്രനെ ഒക്കെ തന്നെയാണ്. അവിടെ നമ്മുടെ വർഷയും അതുപോലെ രേവതിയും നിപ്പുണ്ട്. അങ്ങനെ രവീന്ദ്രൻ ചോദിക്കും, ഇതൊക്കെ വേണോടാ, ഇത്രയ്ക്കും വേണോടാ? പിന്നെ ഇതൊക്കെ വേണം, നാളെയേ മര്യാദയ്ക്ക് പോകേണ്ടതാ. ആ എന്നിട്ട് കിടന്ന് പറയുന്നത് കേട്ടില്ലേ? അതെ, ഇതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. തീരുമാനിച്ച തീരുമാനങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. അച്ഛനായിരിക്കും ഇനി നമ്മുടെ കടയുടെ ഓണർഷിപ്പുകാരൻ. അച്ഛന്റെ കടയായിരിക്കും അത്. നമ്മുടെ രവീന്ദ്രന് വലിയ മീച്ചൊന്നും ഇല്ല കേട്ടോ. കാരണം രവീന്ദ്രൻ അവിടെ മത്സരിക്കാനൊന്നും താല്പര്യമില്ല. ഏതായാലും ഈ സമയം നമ്മുടെ വർഷ പറഞ്ഞു, ഏതായാലും സച്ചേട്ടൻ എടുത്ത തീരുമാനം നല്ല തീരുമാനം തന്നെയാ. രേവതിയാണ് ഈ സമയത്ത് വന്നിട്ട്, സച്ചേട്ടാ കൈ ഇങ്ങ് തന്നെ, പൊളിച്ചു സച്ചേട്ടാ പൊളിച്ചു. ഇനി ആ കട നന്നാകും, നല്ല ലാഭവും ഉണ്ടാകും, നോക്കിക്കോ. ഇനി ആ കട നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും. അപ്പോഴത്തേക്കും വർഷയും പറഞ്ഞു, അതേ രേവതി ചേച്ചി, ഇനി ആ കട നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും. അപ്പൊ ശ്രീകാന്ത് തലകുലുക്കാൻ കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. കയ്യിൽ നിന്നെല്ലാം പോയില്ല, എന്തുമാത്രം സ്വപ്നങ്ങളുമായിട്ട് കൊണ്ടുവന്ന കടയാണ്. അങ്ങനെ ശ്രുതി ഭയങ്കര വിഷമിച്ചിരിക്കുന്നു. നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു, നിന്നോട് ഉള്ള അമ്മയുടെ ദേഷ്യം മാറില്ലെന്ന ഞാൻ കരുതിയത്. എന്തോ ആ ദേഷ്യം മാറി, അമ്മ നിന്നോട് ക്ഷമിച്ചു. സമാധാനമായി എനിക്ക് സത്യം പറഞ്ഞ് ഇപ്പോഴാ സമാധാനം ആയത്. നീയെ ഇന്ന് അമ്മയോട് കറക്റ്റ് ആയിട്ട് സംസാരിച്ചത്. അന്ന് നീ മര്യാദയില്ലാതെ സംസാരിച്ചത് കൊണ്ടാ അന്ന് അമ്മ ദേ നിർത്തുന്നുണ്ടോ എന്റെ പൊന്നു ശ്രുതി. അല്ല ശ്രുതി, ദേ എന്നോട് സംസാരിക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. അതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ അതിന് എന്ത് തെറ്റാ ചെയ്തത്? ഓ, ഒന്നും ചെയ്തില്ല അല്ലേ? അല്ലെങ്കിൽ തന്നെ ഒന്നും ചെയ്യാറില്ലല്ലോ. എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എന്റെ സുധി, എന്നെ എല്ലാവരും വളഞ്ഞിട്ട് വഴക്ക് പറഞ്ഞപ്പോ എന്താ ചെയ്തത്? സുധിയുടെ അമ്മ എന്നെ തല്ലിപ്പോ എന്താ ചെയ്തത്? അറ്റ്ലീസ്റ്റ് ആന്റി ഒന്ന് പിടിച്ചു മാറ്റായിരുന്നില്ലേ? ഇതൊന്നും ചെയ്യാതെ രസിച്ചു നിന്ന് കണ്ടു. എന്റെ പൊന്നു ശ്രുതി, ഞാൻ രസിച്ചിട്ടൊന്നുമില്ല. ഓ, രസിച്ചിട്ടൊന്നും ഇല്ലെന്ന് ഞാൻ ക്ഷമ ചോദിച്ച ശേഷവും ആന്റി എന്നെ വഴക്ക് പറഞ്ഞു. അപ്പം ആന്റിയോട് എന്തെങ്കിലും ശ്രുതി പറഞ്ഞോ? വായടച്ച് നിൽക്കല്ലായിരുന്നോ? അയ്യോ, അത് അത് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്ക് അത് ശീലമായല്ലോ. പിന്നെ ഫീൽ ആയല്ലോ. ഓ, ശീലവും ഫീലും ഒക്കെ ഉണ്ടല്ലോ. മരം പോലെ നിൽക്കല്ലായിരുന്നോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ. എല്ലാം ഞാൻ ചെയ്തത് ശ്രുതിക്ക് വേണ്ടിയാ. എന്നിട്ട് ഇപ്പൊ ഞാൻ ആരായി? തെറ്റുകാരി ആയില്ലേ? നീലിമയോട് വാങ്ങിയ ക്യാഷിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. അത് പിന്നെ എനിക്കറിയാം. അതൊക്കെ അറിയാലോ. എന്റെ പൊന്നു ശ്രുതി പതുക്കെ പറ. കുറ്റമെല്ലാം എന്റെ തലയിലായപ്പം ശ്രുതിക്ക് സമാധാനമായി. എന്നിട്ട് ഇപ്പൊ ഞാൻ മിണ്ടാതിരിക്കാന്. ശ്രുതിയുടെ അമ്മ പറയുന്നത് കേട്ട് എന്നോട് മിണ്ടാതിരുന്നു. ഒരു രാത്രി ഇവിടെ ശ്രുതി വരാതിരുന്നില്ലേ? ശ്രുതിയുടെ അമ്മ പറഞ്ഞതിന് ശേഷമല്ലേ എന്നെ വിളിച്ചത് പോലും. അയ്യോ, അങ്ങനെയൊന്നും അല്ല. ഓ, അങ്ങനെയൊന്നും അല്ല. ശ്രുതിക്ക് എന്നെക്കാൾ വലുത് ശ്രുതിയുടെ അമ്മയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ശ്രുതിക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടാവൂന്ന് ഞാൻ ഓർത്തത്. എന്നോട് മിണ്ടാതിരുന്നപ്പം ഒരു വിഷമവും ശ്രുതിക്ക് തോന്നിയിരുന്നില്ലല്ലേ? ഞാൻ വന്നപ്പം ശ്രുതിക്ക് ഒരു സോറി എങ്കിലും പറയായിരുന്നല്ലോ. എന്നിട്ട് അതും പറഞ്ഞോ? അതിനു പോലും ശ്രുതിക്ക് തോന്നിയില്ല. ഇതെല്ലാം കേട്ട് ശ്രുതി മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, സോറി പറയാൻ മാത്രം ഞാൻ എന്താ ശ്രുതി നിന്നോട് ചെയ്തത്? ഓ, അതാ ശ്രുതി ചെയ്യുന്ന തെറ്റൊന്നും മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും പോലും ഇല്ലാന്ന് പറയുന്നത്. അത് പിന്നെ ശ്രുതി, എനിക്ക് ബുദ്ധി ഇല്ലാന്ന് കൂടെ കൂടെ ഇങ്ങനെ പറയരുത്. ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചിട്ട് 7 ഡിഗ്രി മേടിച്ചത്. ഓ, 7 ഡിഗ്രി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എവിടെ നിന്ന് 7 ഡിഗ്രി? എന്നിട്ട് അതിന്റെ വല്ല ഗുണമുണ്ടോ? ഞാനേ വലിയൊരു ഷോറൂമിന്റെ ഓണറാക്കി. ഇപ്പം ആ ഷോറൂമിലെ വെറും ഒരു തൊഴിലാളി ആയി മാറിയിരിക്കുക ശ്രുതി. സച്ചിയെ ആ നിലയിലാക്കി മാറ്റി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറക്കിയും കൂടെ വിടും. കണ്ടോ, അതാ സംഭവിക്കാൻ പോകുന്നത്. രേവതി കൈകൊട്ടി ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കാൻ നമ്മള് നോക്കിക്കൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? ഞാൻ കൂടെ ഇല്ലായിരുന്നെങ്കിലും ശ്രുതിയുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. എന്നിട്ട് ശ്രുതി എന്താ ചെയ്തത്? എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തി കളഞ്ഞു, കുറ്റപ്പെടുത്തി കളഞ്ഞു, മാറ്റി നിർത്തി. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ആരായി? ശ്രുതിയുടെ അമ്മയും ചെയ്തു ഒന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. അതെന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. അയ്യോ ശ്രുതി, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. ഒന്നും പറയണ്ട. എനിക്ക് ഇപ്പൊ ശ്രുതിയെ ശരിക്കും മനസ്സിലായി. ശ്രുതിയുടെ അമ്മേനെ ശരിക്കും മനസ്സിലായി. എന്റെ മുമ്പിൽ നിന്ന് ഇപ്പോ എനിക്കിനി കാണുക വേണ്ട. അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി പോയിട്ടോ. ശ്രുതി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മ പറയുന്നത് കേൾക്കണോ, ഭാര്യ പറയുന്നത് കേൾക്കണോ, സ്വയമായിട്ടൊരു തീരുമാനവും ഇല്ല. എന്താ പറയുക, ഒരു വ്യക്തിത്വം ഇല്ലാത്തൊരു മനുഷ്യന്.
ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ടെറസിന്റെ മണ്ടേ കിടന്ന് ഭയങ്കര ഓട്ടം നമ്മുടെ രേവതി സച്ചിയും കൂടെ. നമ്മുടെ രേവതി ആണെങ്കിൽ നിക്കവിടെ നിക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ആണെങ്കിൽ അയ്യോ തല്ലല് ശ്രുതി തല്ലല് ശ്രുതി. അപ്പോഴത്തേക്ക് രേവതി അയ്യോ നിന്നെ ഞാൻ തല്ലരുതെന്നല്ലേ? ആ പിന്നെ കയ്യോ കയ്യോ കയ്യോ, നിനക്ക് എന്നെക്കാൾ വലുത് നിന്റെ അമ്മയാണല്ലേ? നീ എന്നോട് മിണ്ടത്തില്ലല്ലേ? നീ എന്നെ വിളിക്കത്തില്ലല്ലേ? നീ ഞാൻ തരുന്ന ഭക്ഷണം കഴിക്കത്തില്ലല്ലേ? ശ്രുതി അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞത് കുറെ അടി കൊടുക്കാണ് കേട്ടോ. ഏതായാലും ഇവര് വെറുതെ ആക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ശ്രുതിയും തമ്മിലുള്ള വഴക്ക് ഇങ്ങനെ ആയിരിക്കും ഇപ്പൊ എന്നുള്ളത് ഇങ്ങനെ ആക്ട് ചെയ്യൂലേ, അങ്ങനെ ആക്ട് ചെയ്യുന്നതായിരുന്നു ടെറസിന്റെ മണ്ടയില് രണ്ടും കൂടെ കിടന്ന്. അങ്ങനെ രേവതി തല്ലുന്നു, സച്ചി അടി കൊള്ളുന്നു. അപ്പൊ സച്ചി അയ്യോ ശ്രുതി എന്നെ തല്ലരുതേന്ന് കാറുന്നു. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ശ്രുതി നിന്നെ ഞാൻ തല്ലും എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി ചെയ്ത കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് പറയാ നോക്കു ശ്രുതി, ഇത് അവസാനത്തെ വാണിങ്ങാ, ഇനി ഇങ്ങനെ ചെയ്താൽ നിന്റെ താലമണ്ട അടിച്ചു പൊട്ടിക്കും കേട്ടല്ലേ ഞാൻ. ഓടുന്നോടാ, നിക്കടാ അവിടെ എന്ന് പറഞ്ഞോണ്ട് ആ കൂത്ത് തീരുന്നില്ല കേട്ടോ. കുറച്ചൊരു 5 മിനിറ്റത്തോളം ഇവര് ടെറസിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ് കേട്ടോ. ലാസ്റ്റ് ഓടി 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 മടുത്തിട്ട് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ രേവതി പറഞ്ഞു സച്ചേട്ടാ മതി, അയ്യോ എനിക്ക് വയ്യ അതുകൊണ്ടാ. സച്ചേട്ടനോ? ഞാന് സുതി, നീ പാർലറായിട്ടെത്തി. അയ്യോ വേണ്ട വേണ്ട, ആക്ടിങ് മതി, എനിക്ക് വയ്യ, ഞാൻ മടുത്തല്ലേ? അതെ സച്ചേട്ടാ, അറിയാതെ ഞാൻ അടിച്ചു പോയിട്ടോ, സോറി കേട്ടോ. സാരമില്ല, ഞാനങ്ങ് സഹിച്ചു. അല്ല അവരുടെ മുറിയിലെ ഇപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ നടക്കുന്നത്? പാർലറടുത്തേക്ക് ഇപ്പഴാ ശരിക്കും അവനെ മനസ്സിലായത്. ഇന്ന് അവനെ ഉറങ്ങാൻ വിടത്തില്ല, അത് ഉറപ്പാ. അല്ല ശ്രുതി നിങ്ങളുടെ ഏട്ടനെ അടിക്കുമായിരിക്കുമോ? അവളുടെ സ്വഭാവം വെച്ച് അതിനുള്ള സാധ്യതയുണ്ട് രേവതി. ഇനി അച്ഛനാണ് കടയുടെ മുതലാളി, നീ അവിടുത്തെ തൊഴിലാളി മാത്രമാണെന്ന് പറഞ്ഞപ്പോ നീ കൈയടിച്ചില്ലേ? അതൊരു ഒന്നൊന്നര തീരുമാനമായിരുന്നു, അതുകൊണ്ടാ ഞാൻ കൈയടിച്ചത്. ആ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ വരെ ഷോക്കായി പോയി. അച്ഛൻ മുതലാളിയായിട്ട് ആ കസേരയിൽ ഇരിക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ രേവതി, എന്ത് രസമായിരിക്കും. അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ താടിയിൽ കൈയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ സച്ചി വെച്ച് സന്തോഷമായി നിനക്ക്? പിന്നെ സന്തോഷമാകാതെ, അച്ഛന്റെ വിയർപ്പല്ലേ ആ ക്യാഷ്. ശരിക്കും ആ ഷോറൂമിന്റെ ഓണറെ അച്ഛൻ തന്നെയാ സച്ചേട്ടാ. സച്ചേട്ടൻ എടുത്ത തീരുമാനം തന്നെയാ കറക്റ്റ്. അത് നല്ല തീരുമാനം. അന്നേ ഞാൻ പറഞ്ഞതാ സച്ചേട്ടൻ വക്കീലാകേണ്ട ആളാണെന്ന്. തീർപ്പ് കൽപ്പിക്കാൻ സച്ചേട്ടൻ മിടുക്കനാ. തീർപ്പ് കൽപ്പിക്കുന്നത് വക്കീലല്ല, ജഡ്ജിയാ. ജഡ്ജി ആകണമെങ്കിലേ ആദ്യം വക്കീലാകണമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ ജഡ്ജി ആകത്തുള്ളൂ. അവിടെയും ഞാൻ തോറ്റു അല്ലേ? സച്ചേട്ടൻ തോറ്റിട്ടൊന്നുമില്ല. സച്ചേട്ടല്ല ഇവൻ ജയിച്ചു നിൽക്കുന്നത്. സച്ചേട്ടൻ കാരണം അച്ഛൻ കടയിലെ ഓണറായില്ലേ. ഈ നല്ല മനുഷ്യർക്ക് നല്ലത് മാത്രം സംഭവിക്കുന്നു പറയുന്ന ഇതാ. 2 ഫ്രോഡുകളെ പെട്ടെന്ന് താഴെ വീണില്ലേ രേവതി? ഇതിനാണ് വിധി എന്ന് പറയുന്നത്. സുധിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് അടിച്ചു മേടിച്ച ആ നീലിമ എന്റെ കാറിൽ തന്നെ വന്ന് കേറുന്നു. നീ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? എന്ത് മനസ്സിലാക്കാം? ദേ സത്യമെന്നും സൂര്യനെ പോലെ തന്നെയാ. രാത്രി കാണാൻ സാധിക്കില്ലായിരിക്കും, പക്ഷെ പകലോ നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാം. അതുപോലെ സത്യം സമയമാകുമ്പോ തെളിഞ്ഞ് നമ്മുടെ മുമ്പിൽ എത്തും. അച്ഛൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ നേർമയുള്ള ക്യാഷ് അല്ലേ സച്ചേട്ടാ അത്? ഒടുക്കം അത് അച്ഛനിൽ തന്നെ വന്ന് ചേർന്നല്ലോ. അച്ഛന്റെ മനസ്സ് ഒരുപാട് വേദനിച്ച് കാണും അതൊക്കെ ഓർത്തിട്ട്, അല്ലേ സച്ചേട്ടാ? പിന്നെ ശ്രുതി പറഞ്ഞാല് നിങ്ങളുടെ ഏട്ടൻ അങ്ങനെ ചെയ്യണോ? അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള അറിവും ബുദ്ധിയും ബോധവും ഒന്നും ഇല്ലേ സച്ചേട്ടാ? അവന് ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ആവുമോ? ഇത് ഇവിടം കൊണ്ട് തീരത്തൊന്നുമില്ല. അവന് തുടങ്ങിയിട്ടേ ഉള്ളൂ. പാർലർ എടുത്തി ശ്രുതി പോലും അറിയാതെ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് രേവതി. അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് മുതൽ അതൊരു സംശയമായിട്ട് എനിക്ക് കിടക്കുക. നീ കണ്ടോ, ഇനി ഓരോന്നായിട്ട് വഴിക്ക് പുറത്തു വരും, അതുറപ്പാ. അല്ല അതെങ്ങനെ പുറത്തു വരും സച്ചേട്ടാ? അവള് പറയുവോ? ഒരു തവണ കള്ളത്തരം പിടിച്ചാലൊന്ന് പേടിക്കും. ആ പേടി മനസ്സിൽ കാണും. പിന്നെ ഉള്ളത് കൊണ്ട് തന്നെ മറ്റെല്ലാ കള്ളത്തരവും വെളിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് പിന്നെ എനിക്കെന്തോ സച്ചേട്ടൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പാർലർ ഏട്ടത്തിക്ക് അടി കിട്ടിക്കൊണ്ടേയിരിക്കും. നീ ഇനി കണ്ടോ, ഇനി അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇതേപോലെ അവക്ക് എന്നും കരയാൻ മാത്രമേ നേരം ഉണ്ടാവത്തുള്ളൂ. സമാധാനം നഷ്ടപ്പെടും. കള്ളത്തരം ചെയ്യുന്നവർക്ക് അങ്ങനെയാ, സമാധാനം ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശ്രുതി ഇങ്ങനെ കട്ടിലയിൽ ഇരിക്കുകയാണ്. അപ്പം ശ്രുതി റൂമിനകത്തേക്ക് കയറി വന്ന് തേരാപ്പാര നടക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നേ, ഇവര് രണ്ടുപേരും ഇങ്ങനെ ഒരാൾ കട്ടിലേലും ഒരാൾ നിൽക്കുന്നതും കാണുക. അങ്ങനെ ചന്ദ്ര വന്നത് നമ്മുടെ ശ്രുതി അമ്മയെന്ന് പറഞ്ഞു വിളിച്ചു. അപ്പൊ നമ്മുടെ ശ്രുതി കട്ടിലേന്ന് അങ്ങ് എണീക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. ശ്രുതി ചോദിച്ചു, എന്താ അമ്മേ? അത് പിന്നെ രണ്ടുപേരും എന്നോട് കള്ളമൊക്കെ പറഞ്ഞു.
നീലിമ ക്യാഷ് തന്ന കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് മറ്റു ആരും അറിയാതെ ഞാൻ നോക്കിയേനെ. എല്ലാവർക്കും മുമ്പില് എനിക്കിങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ വരില്ലായിരുന്നു. അത് അത് പിന്നെ കഴിഞ്ഞു പോയ കാര്യമല്ലേ അമ്മേ. മിണ്ടിപ്പോകരുത് ശ്രുതി. ശ്രുതി, നിനക്കെങ്കിലും എന്നോട് പറയാറുന്നില്ലേ? അത് പിന്നെ സോറി ആന്റി. ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അത് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാരുണ്ടെന്ന് നിനക്കറിയത്തില്ലേ? നിങ്ങൾക്കറിയത്തില്ലേ? സച്ചി പറഞ്ഞത് കേട്ടല്ലോ, ഇനി മുതൽ കടയുടെ ഓണർ അവന്റെ അച്ഛനാണെന്ന്. അതൊന്നും വേണ്ടാന്ന് രവിയേട്ടൻ പറഞ്ഞാലും സച്ചിയേട്ടൻ വിടത്തില്ല. അല്ല, സച്ചിയേട്ടനല്ല, സോറി, രവിയേട്ടൻ വിടത്തില്ല. അതുകൊണ്ട് അവന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുണ്ട് ആ സച്ചിയുടെ മനസ്സിൽ. അതാ അവൻ അങ്ങനെ പറഞ്ഞത്. അവൻ എന്താ മനസ്സിൽ കണ്ടതെന്ന് ആർക്കറിയാം. എല്ലാത്തിനും കാരണം 50 ലക്ഷം രൂപ തന്നെയാ. ഓ, അതവന്റെ മുഖത്തേക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്താൽ അവൻ പിന്നെ മിണ്ടത്തില്ല. ഈ പ്രശ്നം അങ്ങ് അവസാനിക്കും. അല്ലമ്മേ, അതിന് ഈ 50 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ അമ്മേ. പിന്നെ എങ്ങനെയാ? എടാ, പൈസ സംഘടിപ്പിക്കുന്ന വലിയ കാര്യമൊന്നും അല്ലല്ലോ ശ്രുതി. നീ വിചാരിച്ചത് നടക്കത്തില്ലേ? 50 ലക്ഷമോ അമ്മേ? അതെന്താ 50 ലക്ഷം നിനക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കത്തില്ലേ? നിന്റെ അച്ഛനെ വലിയ കോടീശ്വരനല്ലേ? അപ്പം വേണമെങ്കിൽ നിന്റെ അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ഇളയച്ചനോട് വിളിച്ചു പറഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാല് ഇങ്ങോട്ട് തരത്തില്ലേ? അല്ലെങ്കിൽ പിന്നെ നിന്റെ അച്ഛനോട് ക്യാഷ് മേടിച്ച് അയച്ചു തരാൻ പറ. എന്തെങ്കിലും ഒന്ന് ചെയ്യാലോ നിനക്ക്. എങ്ങനെയെങ്കിലും ആ പൈസ മേടിച്ചിട്ട് അവർക്ക് കൊടുക്ക്. എങ്കിലേ നിങ്ങൾക്ക് ഈ വീട്ടിലൊരു മര്യാദയും ബഹുമാനവും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന എനിക്ക് മര്യാദ വേണ്ടേ? അതൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ക്യാഷ് കൊടുത്തില്ലെങ്കിൽ ആ കട നിങ്ങൾക്ക് നഷ്ടമാവേ. അതിനു വേണ്ടതെല്ലാം സച്ച് ചെയ്യും, അത് ഉറപ്പാ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്യാഷ് അയക്കാൻ പറ. അത് പിന്നെ ആന്റി, എന്റെ അച്ഛൻ ജയിലിലാണെന്ന് അറിഞ്ഞൂടെ ആന്റിക്ക്? ഓ, നിന്റെ അച്ഛന്റെ സ്വത്ത് ജയിലിനകത്തല്ലല്ലോ, അത് പുറത്തല്ലേ. പിന്നെന്താ പ്രശ്നം? ഈ വീട്ടില് നിങ്ങൾക്കും എനിക്ക് സമാധാനത്തോടു കൂടി കഴിയണമെങ്കിൽ ആ 50 ലക്ഷം കൊടുത്തേ പറ്റൂ. ആ 50 ലക്ഷം മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണം. എനിക്ക് സമാധാനം പോവും. ശ്രുതി, എല്ലാം നിന്റെ കയ്യിലാട്ടോ കിടക്കുന്നത്. ഒരു ഒഴിവ് കഴിവും പറയരുത്. അങ്ങനെ പറയാൻ നിൽക്കരുത്. നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ട് അവർക്ക് കൊടുക്കണം. അത് എത്രയും പെട്ടെന്നായിരിക്കണം. അത് പിന്നെ അത് എങ്ങനെ ശരിയാകും? എങ്ങനെയെങ്കിലും ശരിയാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര റൂമിൽ നിന്ന് ഇറങ്ങി പോയിട്ടോ. ശ്രുതിയാണെ ആകെപ്പാടെ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. പിന്നെ കാണിക്കുന്ന സീനെ നമ്മുടെ രേവതി എന്തോ ടിവിയിൽ പരിപാടിയൊക്കെ കണ്ടോണ്ട് എന്തോ കടലയൊക്കെയോ കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് ചിരിച്ച് കാണുകയാണ്. നമ്മുടെ ചന്ദ്ര ഇത് കണ്ടോണ്ട് വരികയാണ് കേട്ടോ. അയ്യോ, ചന്ദ്രയ്ക്ക് ഇനി സഹിക്കുവോ? ഇത്രയും നാളും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ചന്ദ്ര ഇപ്പം ശ്രുതിയുടെ സൈഡായേ. അപ്പൊ പിന്നെ രേവതിനെ ടി വി കാണാൻ സമ്മതിക്കുവോ? അപ്പം നമ്മുടെ രേവതി ഭയങ്കര ചിരി. ചന്ദ്ര വന്നപ്പോ അമ്മ ഈ സിനിമ കണ്ടായിരുന്നോ? അയ്യോ, ചിരിച്ച് മണ്ണ് തപ്പിപ്പോയി. കണ്ടില്ലെങ്കിൽ ഇരുന്ന് കാണാം, നല്ല പടവാ, അമ്മ ഇവിടെ വന്ന് ഇരിക്കാൻ പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ മുഖത്തിന്റെ ആ ഭാവമൊക്കെ അങ്ങ് മാറിയിട്ട് പെട്ടെന്ന് അങ്ങ് ടി വി അങ്ങോട്ട് നിർത്തിയിട്ടോ. ടി വി നിർത്തിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി എന്താ അമ്മ ടി വി നിർത്തിയതാ? എണീക്കടി, നിന്നോട് എണീക്കാനാ പറഞ്ഞത്. എണീക്കാനോ? ആ, എണീക്കാനാ പറഞ്ഞത്. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? എണീക്കടി മര്യാദിക്ക. അയ്യോ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? നിന്നോട് എണീക്കാനല്ലേടി പറഞ്ഞത്? മര്യാദയ്ക്ക് എണീക്കടി. അത് പിന്നെ ഇത് ഞാനാ രേവതി. രേവതി നിന്നോട് തന്നെയാ പറഞ്ഞ് എണീക്കാനായിട്ട്, പൂ കെട്ടുന്നവളെ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ഇത് അവിടെ ഇരുന്ന് കേൾക്കാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ആളെ മനസ്സിലാകാതിരിക്കാൻ എനിക്ക് വയസ്സൊന്നും ആയിട്ടില്ല. നിന്നോടാ എണീക്കാൻ പറഞ്ഞത്. എണീക്കടി മോളെ. മിച്ചറും തിന്ന് ആസ്വദിച്ച് സിനിമയും കണ്ടോണ്ടിരിക്കുക. നീ ആരാടി? ഇവിടുത്തെ കൊച്ചമ്മയോ? പോയി നിന്റെ ജോലി ചെയ്യടി. അത് പിന്നെ അമ്മേ, ഞാൻ പൂവൊക്കെ കെട്ടിക്കൊടുത്തല്ലോ. എന്റെ ജോലി തീർന്നിട്ടാ ഞാൻ ഇവിടെ ഇരുന്നത്. ഓ, നിന്റെ ജോലി തീർന്നല്ലേ? എനിക്ക് മനസ്സിലായി. ആന്റി എന്നല്ല അമ്മ, ഞാൻ ജോലി ചെയ്യാതെ ഇവിടെ ഇരുന്ന് സിനിമ കാണുകയാണെന്ന് കരുതിയല്ലേ ദേഷ്യപ്പെട്ടത്? എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ ഈ ദേഷ്യം? നിന്നോട് സ്നേഹം എനിക്കോ? ഇവിടെ പൂകെട്ടുന്നവളെ എന്നോട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. മര്യാദയ്ക്ക് ഇവിടുത്തെ ജോലി ചെയ്തോണം. നിന്റെ പൂകെട്ടുന്ന ജോലിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഈ വീട്ടിലെ ജോലി ചെയ്യാനാ. അത് പിന്നെ അമ്മേ, അതൊക്കെ ശ്രുതിയല്ലേ ചെയ്യുന്നത്. ഓ, അതിന് ശ്രുതി ഇവിടുത്തെ വേലക്കാരിയാണോ ജോലിയൊക്കെ ചെയ്യാനായിട്ട്? ഇനി ശ്രുതി ഇവിടുത്തെ ജോലി ചെയ്യില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്ന് ഇത് കണ്ടു കേട്ടോ. അപ്പൊ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ വീണ്ടും സച്ചിനെ അല്ല രേവതിനെ ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. അവള് കോടീശ്വരന്റെ മോളാണ്, അല്ലാതെ അവൾ ഇവിടുത്തെ വേലക്കാരിയല്ല. നീ പോയി അടുക്കളപ്പണി ചെയ്യടി, നിന്റെ ജോലി അതാടി. നേരെ അവളുടെ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് ദിവസങ്ങളായി. പോയി തൂത്ത് തുടച്ച് എല്ലാം വൃത്തിയാക്കടി, പാത്രമൊക്കെ എല്ലാം എടുത്ത് കഴുകി വെക്കടി. അല്ല അമ്മയ്ക്ക് പെട്ടെന്ന് ഇത് എന്താ പറ്റിയത്? ജീവിതകാലം മുഴുവൻ നിനക്കിവിടെ സുഖിക്കാന്നാണോ നീ കരുതിയത്? നീ ഇങ്ങനെ കാലിന്മേൽ കാലും കയറ്റിയിരുന്ന് മിച്ചറും കഴിച്ച് ടി വി കാണാന്നാണോ നീ കരുതിയത്? എങ്കിലേ
ദേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. മര്യാദയ്ക്ക് ഇനി മുതൽ ഇവിടുത്തെ ജോലി ചെയ്തോണം. തമ്പുരാട്ടി വന്നിരിക്കുന്നു, വലിയ കൊച്ചമ്മ വന്നിരിക്കുന്നു. എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? കാലിന്മേൽ കാലും കയറ്റി വെച്ച് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാനായിട്ട്. അതിന് ഞാൻ കാലുമേ കാലൊന്നും കയറ്റി വെച്ചിട്ടല്ലല്ലോ, ഇവിടെ നിന്ന് ജോലി ചെയ്യാനായിട്ടെന്നല്ലാട്ടോ, സോറി, ഇവിടെ ഇരുന്ന് TV കാണാനായിട്ട് എന്നാട്ടോ ചന്ദ്ര പറയുന്നത്. അപ്പം രേവതി പറയും, ഞാൻ കാലുമേൽ കാല് കയറ്റി വെച്ചിട്ടൊന്നും അല്ലല്ലോ ഇവിടെ ഇരുന്ന് TV കാണുന്നത്. ഞാന് മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കുമല്ലേ. നിന്റെ മര്യാദ, മര്യാദ ഞാൻ പഠിപ്പിക്കും. കേറി പോകാനാ പറഞ്ഞത്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഓന്തിന്റെ സ്വഭാവം മാറി തുടങ്ങി. ഓന്തിന്റെ സ്വഭാവം ഇവക്ക് എപ്പോഴാ നിറം മാറുന്നതെന്ന് അറിയാൻ പറ്റില്ല മോളെ. ഓ പിന്നെ നിറം മാറുന്ന എന്റെ ഒന്നും അല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വന്നിരിക്കുന്നു സുഖിച്ചിരുന്ന് TV കാണാന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് കയറി പോവാണ് കേട്ടോ. എന്തോ രേവതിക്ക് മുഖത്തടിച്ച പോലെ ആയിപ്പോയി. അപ്പൊ സച്ചി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കല്ലായിരുന്നു. സച്ചി പതുക്കെ അകത്തേക്ക് കയറി വന്നു. എന്നിട്ട് നമ്മുടെ രേവതിയോട് പറഞ്ഞു, അമ്മ വീണ്ടും തുടങ്ങിയല്ലേ, നിനക്ക് വിഷമമായോ? ഏയ് വിഷമമൊന്നുമില്ല സച്ചേട്ടാ. എന്ത് വിഷമം? പെട്ടെന്ന് പറഞ്ഞപ്പം എന്തോ ഒരു ഷോക്കായി പോയി. ഞാൻ ഒരുപാട് വഴക്ക് കേട്ടിട്ടുള്ളതല്ലേ, പിന്നെ ഇങ്ങനെ ഒരു നിറമാറ്റം ഞാൻ പ്രതീക്ഷിച്ചതാ സച്ചേട്ടാ. പക്ഷെ ഇത്ര പെട്ടെന്ന് നിറം മാറുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് പിന്നെ പാറലടുത്തിയോടുള്ള ദേഷ്യത്തിനല്ലേടി നിന്നോട് അമ്മ സ്നേഹം കാണിച്ചത്. അവളോടുള്ള ദേഷ്യം കാണിച്ചപ്പോഴത്തേക്കും അമ്മ ഈ അഭിനയം അങ്ങ് നിർത്തി, അത്രേ ഉള്ളൂ. നീ അതായിട്ട് കണ്ടാൽ മാത്രം മതി. ഞാൻ അങ്ങനെ സച്ചേട്ടാ കാണുന്നുള്ളൂ, അല്ലാതെ ഞാൻ എങ്ങനെ കാണാനാ? എന്നാലും ഉണ്ടല്ലോ, എന്നോടുള്ള അമ്മയോടുള്ള സ്നേഹമേ അഭിനയമൊക്കെ ആയിരുന്നെന്നറിയാം, എങ്കിലും എന്തോ ഞാന് അത് ആസ്വദിച്ചായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ഇവിടെ കയറി വന്നത് മുതല് ഞാൻ എന്താണോ കൊതിച്ചത് അതല്ലേ അമ്മ എനിക്ക് 2-3 ദിവസം തന്നത്. ഒരുപാട് സന്തോഷമായിരുന്നു. നടക്കില്ലെന്നൊക്കെ അറിയാം, അത് കണ്ടിന്യൂ ചെയ്യില്ലെന്നും അറിയാം. എന്നാലും എന്നും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയായിരുന്നു സച്ചേട്ടാ. അതുകൊണ്ടാ മനസ്സിനെ ചെറിയൊരു വിഷമം. പോട്ടെ, സാരമില്ലല്ലേ. നമുക്ക് ആഗ്രഹിക്കുന്നതിന് എന്താ അല്ലേ കുഴപ്പം? ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടുമൊന്നുമില്ലല്ലോ അല്ലെ. ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടുമെങ്കിൽ നമ്മൾ ആരായനെ. ദേ ആഗ്രഹിക്കുന്നത് ഒന്നും കിട്ടത്തില്ല. ഈ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടാണോ ഞാൻ വളർന്നത് രേവതി? അല്ലല്ലോ. ഞാനും കൊതിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു ഒരമ്മയുടെ സ്നേഹം കിട്ടാനായിട്ട്. കിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴത്തേക്കും ഞാൻ അതങ്ങ് വിട്ടു. ഞാൻ അതും മനസ്സിൽ കയറ്റിക്കൊണ്ട് നടക്കാന് പിന്നെ അങ്ങ് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക. രവീന്ദ്രൻ പറഞ്ഞു, മക്കളെ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അതായത് സച്ചിയുടെ രേവതിയുടെ. അപ്പം സച്ചി ചോദിച്ചു, എന്താച്ചാന്ന് ചോദിച്ചപ്പം അത് പിന്നെ അവളുടെ സ്വഭാവം നിങ്ങൾക്ക് മുന്നേ അറിയാവുന്ന കാര്യമല്ലായിരുന്നോ? ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയതല്ലല്ലോ അവളെ. അത് അങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ പൊക്കോളുന്നേ. അതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട, അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കുകയും വേണ്ട. പിന്നെ അവൾ തരാത്ത സ്നേഹമൊക്കെ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തരുന്നുണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് രവീന്ദ്രന്റെ മുഖത്തൊക്കെ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ പാസ്സാക്കിട്ടോ. ഇതിൽ രവീന്ദ്രൻ പറഞ്ഞു, കിട്ടാത്തതിന്റെ പുറകെ എന്റെ മക്കൾ ഒരിക്കലും പോകരുത്. അത് ഈ അച്ഛന് ഇഷ്ടമല്ല. കിട്ടുന്നത് കൊണ്ട് സന്തോഷത്തോടുകൂടി തൃപ്തിയോടുകൂടി ജീവിക്കാൻ പഠിക്കണം, അതല്ലേ വേണ്ടത്. ശ്രുതിയോടുള്ള സ്നേഹം എത്ര കാലം ഉണ്ടാകുന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല, അതൊക്കെ നമുക്ക് കണ്ടറിയാം. പക്ഷേ അച്ഛന്റെ ഈ സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം ഈ ജീവിതകാലം മുഴുവൻ പിന്നെ ഈ അച്ഛൻ വിട്ടുപോയാലും നിങ്ങളുടെ ചുറ്റുമൊക്കെ തന്നെ ഉണ്ടാകും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയിട്ടോ. സച്ചിക്കും രേവതിക്കും ഒരുപാട് സങ്കടമൊക്കെ ഉണ്ട്. കാരണം പ്രതീക്ഷിച്ച സാധനം കിട്ടിയില്ലോ. അത് കിട്ടിയിട്ട് പെട്ടെന്ന് പോകുമ്പോഴുണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, ആ വിഷമം രേവതിക്കും സച്ചിക്കും മനസ്സിലുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ കാറൊക്കെ കഴുകാണ് കേട്ടോ. ഒരു ഓസൊക്കെ എടുത്ത് ഇങ്ങനെ ചീറ്റി കാറൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ചായയൊക്കെ ഊതി ഊതി ആറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്നു, പത്രം വായിക്കുന്നു. അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്താ ചന്ദ്രൻ, നല്ല ശീലമൊക്കെ തുടങ്ങിയല്ലോ. പിന്നെ ഞാൻ എന്നും പത്രമൊക്കെ വായിക്കാറുണ്ട്, നിങ്ങളെപ്പോലെ രാവും പകലും ഇരുന്ന് വായിക്കാറില്ലെന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നിട്ട് അയ്യോ അച്ഛൻ എന്തീ കാണിക്കുന്നത്? എന്തിനാ ഈ വണ്ടി കഴുകിക്കൊണ്ട് നിൽക്കേണ്ടത്? അച്ഛൻ കുളിച്ച് റെഡിയാക്. ഞാൻ പറഞ്ഞില്ലായിരുന്നു കുളിച്ച് റെഡിയാകാൻ? അപ്പൊ നമുക്ക് ഷോറൂമിൽ പോകണ്ടേ? അച്ഛന്റെ ക്യാഷ് കൊണ്ട് ഉണ്ടാക്കിയ കടയല്ലേ അത്, അതിന്റെ ഓണർ അച്ഛനല്ലേ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ മോനെ കൂടുതലൊന്നും പറയേണ്ട, ആലോചിക്കണ്ട. അപ്പൊ അച്ഛൻ വന്നേ പറ്റത്തുള്ളൂ. അത് പിന്നെ എടാ, സുധിയും അവന്റെ ഭാര്യയും എന്നോട് കള്ളത്തരം കാണിച്ചു, എന്റെ ക്യാഷും കൊണ്ട് കടയൊക്കെ മേടിച്ചു എന്നും പറഞ്ഞ് ഓണറായി ചെന്ന് ഞാൻ അവിടെ ചെന്നിരിക്കുന്നത് എങ്ങനെയാടാ? അത് ശരിയാണോ മോനെ? എന്താ അച്ഛാ ഇത്? അച്ഛനോട് പറഞ്ഞതൊക്കെ അച്ഛൻ മറന്നു. അപ്പൊ രേവതി വന്നു കേട്ടോ. രേവതി ഇതൊക്കെ കേൾക്കുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, 30 ലക്ഷം അവന്റെ കയ്യിൽ നിന്ന് പോയി കിടക്കല്ലോ, അവൻ ചതിക്കപ്പെട്ടിരിക്കുക. ഈ അവസ്ഥയില് നമ്മളും കൂടി ഇങ്ങനെ പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാടാ ശരിയാവുന്നത്? അയ്യോ എന്റെ അച്ഛ, ഒരു മണ്ടനായോണ്ട് അവനെ ഇങ്ങനെ എല്ലാരും പറ്റിക്കാൻ. നീലിമ പറ്റിച്ചത് കണ്ടില്ലേ? അല്ലെങ്കിൽ പിന്നെ ഇവനായിട്ട് അങ്ങോട്ട് ചെന്ന് വീഴുവോ? ഇപ്പോഴും ആ വിശ്വനാഥന് 30 ലക്ഷം കൊടുത്തതുപോലെ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനാണ് ഇതൊക്കെ കേട്ടോണ്ട് എന്താ പറയാ സാധാരണ രീതിയിൽ നിൽക്കുക. പക്ഷെ നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. കാരണം ഈ ചന്ദ്രയുടെ മോന്റെ
ആ ഒരു കട രവീന്ദ്രന് കൊടുക്കാന്ന് പറഞ്ഞ ചന്ദ്രയ്ക്ക് സഹിക്കുമല്ലോ. അപ്പൊ ഭയങ്കര ദേഷ്യത്തിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൈ നിറയെ സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ വീഡിയോ വാച്ചും ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.